നമുക്ക് എങ്ങനെ ഈ കിടക്കുന്ന തൊണ്ടുകളെല്ലാം തന്നെ ഒരു കമ്പോസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അത് ഒരു കൃഷി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന തൊണ്ടുകളെല്ലാം കമ്പോസ്റ്റായിട്ട് മാറും. അതിൻ്റെ ഒരു കാര്യമാണ് ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് എന്നാൽ ഇത് നമുക്കൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാകുമല്ലോ എന്നുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഒന്നുമില്ല ഇതുപോലുള്ള വലിയ പെല്ലറ്റ് ചാക്കുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ചാക്കുകൾ എടുത്തതിന് ശേഷം ഈ തൊണ്ടുകളെല്ലാം ഇതിനകത്ത് വാരി അടുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ അടുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്നതല്ല ഇത് നമുക്ക് ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുക. ആൾക്കാരോട് പറഞ്ഞാൽ തന്നെ, കാരണം ഇത് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ചെയ്ത് വയ്ക്കുക. ഇത് ഏകദേശം പകുതിക്ക് മേളിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നും ഞാൻ തന്നെ ഇട്ടിട്ടില്ല. ഇതുപോലെ തൊണ്ടുകൾ വാരി ഇട്ട് ഒന്ന് അടുക്കി വെച്ച് അടുക്കി കൊടുത്തതിന് ശേഷം ഇത് പ്രത്യേകിച്ചുണ്ടോ ഇതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാം. ആദ്യത്തെ ഒരു വർഷം കൃഷി ചെയ്യാം. ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുമ്പോഴത്തേക്ക് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ കമ്പോസ്റ്റാണ്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഓർത്തപ്പോഴാണ് ആൾക്കാർക്ക് ഈ തൊണ്ടൊക്കെ ഒത്തിരി ആൾക്കാരുടെ വേസ്റ്റായിട്ട് കിടക്കുകയാണ്. എന്ത് ചെയ്യാൻ പോലും അറിയത്തില്ല, കത്തിക്കുന്നില്ല. ഇപ്പോൾ ആൾക്കാർ കത്തിക്കുന്നില്ല, അതുകൊണ്ട് വേസ്റ്റായി പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം കഴിഞ്ഞ വർഷം ചെയ്തത് ഞാൻ ഈ പ്രാവശ്യത്തേത് ഇപ്പം ഞാനുണ്ടോ പയർ, കാരണം ഇത്രയും വെയിലായിട്ട് പോലും ഈ പയർ നല്ല തളർത്ത് നിൽക്കുക. കാരണം വെള്ളം ഒഴിക്കുന്നില്ല, പൈപ്പ് കിടപ്പുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പം മഴ ചെയ്തിട്ട് 4-5 ദിവസമായി ഈ ചാക്കിലാണ് ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ നല്ല ഗ്രോത്ത്. ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തില്ല. ഇതുണ്ടോ കാര്യമായിട്ട് ഒന്നുമില്ല. ഇപ്പം തന്നെ നനവുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടാൽ അറിയാൻ പറ്റും. ഇതിനകത്തൊക്കെ നല്ല നനവുകളുണ്ട്. ഇതിനകത്തുണ്ടോ ഇതിനകത്ത് പിന്നെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഇടയ്ക്ക് ഈ ചകിരിയാണ് ഇരിക്കുന്നത്. ചകിരികൾ മാത്രമേ ഉള്ളൂ. ഈ ചകിരി തൊണ്ട് മാത്രമേ. ഈ തൊണ്ടുകളിലേക്കൊക്കെ ഇപ്പോൾ ഈ വർഷം പുതിയതായതുകൊണ്ട് ഇതിപ്പോൾ ഇപ്പം ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം അങ്ങ് അവിഞ്ഞ് ഒരു പരിവാവും. കാരണം ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ചാണകപ്പൊടി മാത്രമാണ്. ഇതിനകത്ത് ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല. അതിനുശേഷം ഇത് ഈ ഒരു കൃഷി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം പയറാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 2-3-4 ചാക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം നോക്കിയാൽ അപ്പോൾ ഇത്ര വെയിലുണ്ടെങ്കിലും വെള്ളം വലുതായിട്ട് ഒഴിക്കണ്ട. തീരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇങ്ങനെ വരുന്നത് ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് 1-2 കൃഷി ചെയ്യാനത്ത് 2-3 കൃഷി ചെയ്തതിന് ശേഷം ആ കൃഷിക്ക് ശേഷം ഉണ്ടാകുന്ന ഇത് നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഈച്ചയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് പ്രാണികൾ പറ്റി നമുക്ക് കീടനാശിനികൾ കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് യെല്ലോ ബോർഡ് ഒക്കെ ഉപയോഗിച്ച് പശ ഒക്കെ വെച്ചാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഈ ഈച്ച ഒട്ടുന്ന വെച്ചത് പശയാണ് ഇതിനകത്തുള്ളത്. യെല്ലോ പേപ്പറുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്ത് ഒരു ചെറിയൊരു ചാക്ക് ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെ ഒരു ഇതിൻ്റെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പോയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നനവായതുകൊണ്ടാണ് തോന്നുന്നുണ്ടോ, ഇത് നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ കൊല്ലത്തേത് അടി ഏകദേശമൊക്കെ ഇതിനകത്ത് പിന്നെ സ്ഥലം മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്തോ നട്ടതായിരുന്നു, എന്താണോ ഇതുണ്ടോ. ഇത് ഇവിടുന്ന് സൈഡിൽ നിന്നെങ്ങാണ്ട് വന്ന് കയറിയൊരു കപ്പയാണ്. അപ്പുറത്തെങ്ങാണ്ട് നിന്ന് കപ്പയുടെ കമ്പ് കയറി വന്നിട്ട് കപ്പയായത്. അതുകൊണ്ട് ഇത് ഈ കമ്പോസ്റ്റാവും. ഇതിനകത്ത് പിന്നെ മണ്ണിട്ടുണ്ട്. മണ്ണിടാതിരിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ കമ്പോസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കൃഷികളിൽ നമുക്ക് ഈ രീതി പ്രയോജനപ്പെടുത്താം. ഇതുപോലുള്ള ചാക്കുകളിൽ ഇതോടൊപ്പം തന്നെ ചാണകം ഇട്ട് കൊടുക്കുക. ചെറിയ രീതി വേണമെങ്കിൽ വെച്ചാൽ മണ്ണിട്ട് കൊടുക്കാം. കമ്പോസ്റ്റിന് മണ്ണിൻ്റെ പ്രശ്നമില്ല. ശകലം മണ്ണിടുവാണെങ്കിൽ കുറച്ചുകൂടെ വരും. ഇതിനകത്ത് എന്നിട്ട് ശേഷം നമ്മൾ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നല്ലവണ്ണം മണ്ണിര ഇതിനകത്തുണ്ടോ. ഈ മണ്ണിര അനുസരിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊരു കമ്പോസ്റ്റ് ഒക്കെ എടുക്കാം. അതായത് ഒരു പൈസ മുടക്കമില്ല. നമുക്ക് അത്യാവശ്യം ചെയ്യുന്ന ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് ചാണകം മാറി ഇടുന്നു മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചാണകം കലക്കി ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കൂടിക്കൊണ്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ വളർന്ന് നമുക്ക് ആവശ്യമായ കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിച്ച് കുറച്ച് കമ്പോസ്റ്റൊക്കെ വീണ്ടും ആ കമ്പോസ്റ്റുകളൊക്കെ ഇട്ടാണ് ഇനി മേളിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് കണ്ടാൽ ഈ പൊടികൾ ഈ കമ്പോസ്റ്റുകളാണ് ഈ കിടക്കുന്നതല്ല. ഇങ്ങനെ ഉപയോഗിച്ച കമ്പോസ്റ്റുകൾ. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഇതുപോലുള്ള നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.